നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ സംസാരിക്കുന്നത് എങ്ങനെ പങ്കാളികൾക്ക് തമ്മിൽ വിശ്വാസമുണ്ടോ എന്ന് മനസ്സിലാക്കാം എന്നതിനെക്കുറിച്ചാണ്. നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ബന്ധങ്ങൾ നാം എല്ലാവരും കണ്ടിട്ടുണ്ട്. എപ്പോഴും പരസ്പരം മനസ്സിലാക്കുന്ന ദമ്പതിമാർ, ഓരോ വളവിലും തിരിവുകളിലും ഒരുമിച്ച് നിൽക്കുന്ന ദമ്പതികൾ. ചിലർ ഇതിനെ ഭാഗ്യമെന്നോ സമയമെന്നോ വിളിക്കുമെങ്കിലും പലപ്പോഴും കണ്ണിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ അതിലുണ്ട് വിശ്വസ്തത. പലതരത്തിൽ ഈ ബന്ധങ്ങളെ ശക്തമായി നിലനിർത്തുന്ന ശാന്തമായ അടിത്തറയാണ്. വിശ്വാസത്തെ കണ്ടെത്താൻ ചിലപ്പോൾ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഈ ലോകത്ത് യഥാർത്ഥ വിശ്വസ്തത എങ്ങനെയുണ്ടെന്ന് മനസ്സിലാക്കുന്നത് എല്ലാ മാറ്റങ്ങളും വരുത്തും. ഒരു പുരുഷൻ ഒരു ബന്ധത്തിൽ നിങ്ങളോട് പ്രതിബദ്ധതയുള്ളവനും വിശ്വസ്തതയുള്ളവനുമായിരിക്കുമോ എന്നറിയാൻ അവൻ ശ്രദ്ധിക്കേണ്ട ചില അടയാളങ്ങൾ ഇവിടെ പറയുകയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആശയവിനിമയം. ബന്ധങ്ങളിലെ വിശ്വസ്തതയുടെ കാതലാണ് ആശയവിനിമയം. ഒരു മനുഷ്യൻ എത്രമാത്രം സംസാരിക്കുന്നു എന്നതും മാത്രമല്ല, അവൻ എത്രമാത്രം തുറന്നു പറയുന്നു എന്നതും പ്രധാനമാണ്. അവൻ നിങ്ങളുമായി അവൻ്റെ ചിന്തകളും വികാരങ്ങളും പങ്കിടുകയും നിങ്ങൾ സംസാരിക്കുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കുകയും ചെയ്യുമ്പോൾ അവൻ ബന്ധത്തെ വിലമതിക്കുന്നതായി കാണിക്കുന്നു. ഇത്തരത്തിലുള്ള തുറന്നു പറച്ചിൽ വിശ്വാസം വളർത്തിയെടുക്കാൻ സഹായിക്കുന്നു. അത് വിശ്വസ്തതയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. തെറ്റിദ്ധാരണകളിലൂടെ പ്രവർത്തിക്കാനും ഒരുമിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാനും തയ്യാറാകുന്നത് പ്രതിബദ്ധത കാണിക്കുന്നു. ഇത് രണ്ടു പങ്കാളികളെയും മനസ്സിലാക്കുകയും സുരക്ഷിതരാകുകയും ചെയ്യുന്നു. കാലക്രമേണ ആശയവിനിമയത്തിൻ്റെ ഈ അടിത്തറ ബന്ധം ശക്തിപ്പെടുത്തുകയും വിശ്വസ്തത നിലനിർത്തുകയും ചെയ്യുന്നു. രണ്ടാമത്തെ കാര്യമാണ് ചിയർ ലീഡർ. ഒരു ബന്ധത്തിലെ വിശ്വസ്തത അർത്ഥമാക്കുന്നത് നിങ്ങളുടെ ഏറ്റവും വലിയ ചിയർ ലീഡറായ ഒരാളാണ്. വിശ്വസ്തനായ ഒരു മനുഷ്യൻ നല്ല സമയങ്ങളിൽ മാത്രമല്ല, അവൻ നിങ്ങളുടെ വിജയങ്ങൾ തൻ്റേതെന്ന പോലെ ആഘോഷിക്കുന്നു. നിങ്ങൾ വീഴുമ്പോൾ നിങ്ങളെ പിടിക്കാൻ അവൻ അവിടെയുണ്ടാകും. നിങ്ങളുടെ നേട്ടങ്ങളിലുള്ള അവൻ്റെ അഭിമാനവും നിങ്ങളിലുള്ള വിശ്വാസവും, പ്രത്യേകിച്ച് നിങ്ങൾ സ്വയം വിശ്വസിക്കാൻ പാടുപെടുമ്പോൾ അവൻ്റെ വിശ്വസ്തതയെക്കുറിച്ച് സംസാരിക്കുന്നു. നിങ്ങൾ വിജയിക്കുകയും അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യുന്നത് കാണാൻ അവൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. എല്ലായ്പ്പോഴും നിങ്ങളുടെ ഏറ്റവും മികച്ച വ്യക്തിയാകാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ നിരന്തരമായ പിന്തുണയും നിങ്ങളിലുള്ള അചഞ്ചലമായ വിശ്വാസവുമാണ് വിശ്വസ്തതയുടെ യഥാർത്ഥ മുഖമുദ്ര. ഓരോ ഘട്ടത്തിലും അവൻ നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് കാണിക്കുന്നു. അടുത്തതായി നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യമാണ് വ്യക്തിത്വത്തെ ബഹുമാനിക്കുന്നു. വിശ്വസ്തനായ ഒരു മനുഷ്യൻ നിങ്ങളെ ഒരു വ്യക്തി എന്ന നിലയിൽ ബഹുമാനിക്കുന്നു. അതുല്യമായ താല്പര്യങ്ങളും ചിന്തകളും അനുഭവങ്ങളുമുള്ള നിങ്ങളുടെ സ്വന്തം വ്യക്തിയാണ് നിങ്ങളെന്ന് തിരിച്ചറിയുന്നു. വിശ്വസ്തത എന്നത് വേർതിരിക്കാനാവാത്ത ഒന്നല്ല. നിങ്ങളുടെ സ്വന്തം അഭിനിവേശങ്ങൾക്കായി നിങ്ങൾക്ക് വ്യക്തിഗത ഇടവും സമയവും ആവശ്യമാണെന്ന് മനസ്സിലാക്കുന്നതിനാണ്. അവർ എപ്പോഴും അവനെ ഉൾപ്പെടുത്തിയില്ലെങ്കിലും അവൻ അതിനെ മാനിക്കുന്നുവെങ്കിൽ അവൻ നിങ്ങളുടെ വ്യക്തിത്വത്തെ വിലമതിക്കുന്നുവെന്നും ബന്ധത്തിൻ്റെ വിപുലീകരണമായി മാത്രമല്ല നിങ്ങളെ ഒരു വ്യക്തിയായി കാണുന്നുവെന്നും ഇത് കാണിക്കുന്നു. ഒരുമിച്ച് വളരാൻ തിരഞ്ഞെടുക്കുന്ന രണ്ട് പൂർണ്ണ വ്യക്തികൾക്കിടയിൽ ശക്തമായ ഒരു ബന്ധം കെട്ടിപ്പടുക്കുന്നുവെന്ന് അവനറിയാം. നിങ്ങൾ ആരാണെന്ന ഈ ആദരവ് അവൻ്റെ വിശ്വസ്തതയുടെ ശക്തമായ അടയാളമാണ്. അടുത്ത കാര്യമാണ് തൻ്റെ പ്രവർത്തനങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ആൾ. ഒരു വിശ്വസ്തനായ മനുഷ്യൻ തൻ്റെ തെറ്റുകൾ അംഗീകരിക്കുന്നതിൽ നിന്ന് പിന്മാറാത്തവനാണ്.
ഉത്തരവാദിത്തം പ്രധാനമാണ്. ബന്ധത്തെക്കുറിച്ച് ആത്മാർത്ഥമായി ശ്രദ്ധിക്കുന്ന ഒരു മനുഷ്യൻ തൻ്റെ അഹന്തയേക്കാൾ സത്യസന്ധതയ്ക്ക് മുൻഗണന നൽകും. പ്രശ്നങ്ങൾ മാറ്റിവെക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യുന്നതിന് പകരം അവൻ തെറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് സമ്മതിക്കുകയും കാര്യങ്ങൾ ശരിയാക്കാൻ സജീവമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നു. തൻ്റെ തെറ്റുകളെക്കുറിച്ച് തുറന്നു പറയാനും അവയിലൂടെ പ്രവർത്തിക്കാനുമുള്ള ഈ സന്നദ്ധത ബന്ധത്തോടുള്ള ആഴമായ ആദരവും ഒരുമിച്ച് വളരാനുള്ള ആഗ്രഹവും കാണിക്കുന്നു. വിശ്വസ്തനായ ഒരു മനുഷ്യൻ നിങ്ങൾ പങ്കിടുന്ന ബന്ധത്തെ വിലമതിക്കുന്നു. യഥാർത്ഥ വിശ്വസ്തത എന്നാൽ അവൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഉത്തരവാദിയാണെന്നും എല്ലായ്പ്പോഴും മികച്ച പങ്കാളിയാകാൻ ശ്രമിക്കുന്നുവെന്നും മനസ്സിലാക്കുന്നു. പിന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളോട് ശരിയായി പെരുമാറുന്ന വ്യക്തി. ഒരു സുഹൃത്തുമായോ സഹപ്രവർത്തകനോടോ പങ്കാളിയോടോ ആകട്ടെ, ഏതൊരു ശാശ്വത ബന്ധത്തിൻ്റെയും കാതൽ ബഹുമാനമാണ്. യഥാർത്ഥ വിശ്വസ്തനായ ഒരു മനുഷ്യൻ താൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ബഹുമാനം കാണിക്കുന്നു. നിങ്ങളോട് ദയയോടും ക്ഷമയോടും വിവേകത്തോടും പെരുമാറുന്നതിൻ്റെ മൂല്യം തിരിച്ചറിയുന്നു. മാന്യമായ പെരുമാറ്റം അർത്ഥമാക്കുന്നത് അവൻ നിങ്ങളുടെ അഭിപ്രായങ്ങളെ വിലമതിക്കുന്നു, നിങ്ങളുടെ ചിന്തകൾ ശ്രദ്ധിക്കുന്നു, നിങ്ങളുടെ അതിരുകളെ ബഹുമാനിക്കുന്നു എന്നാണ്. നിങ്ങളുടെ വികാരങ്ങളെ ഇകഴ്ത്തുകയോ നിരാകരിക്കുകയോ ചെയ്യാതെ അവൻ പരസ്യമായി ആശയവിനിമയം നടത്തുന്ന രീതിയിലും നിങ്ങളുടെ തീരുമാനങ്ങളെ എല്ലായ്പ്പോഴും അവൻ്റെ തീരുമാനങ്ങളുമായി പൊരുത്തപ്പെടുന്നില്ലെങ്കിലും അവൻ എങ്ങനെ പിന്തുണയ്ക്കുന്നു എന്നതിലും ഇത് കാണിക്കുന്നു. ഈ ബഹുമാനം എല്ലാ ഇടപെടലുകളിലും ഇഴചേർന്ന് വിശ്വസ്തതയുടെ അടിത്തറ ഉണ്ടാക്കുന്നു. അവൻ ബന്ധത്തെ മാത്രമല്ല, ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങളെയും വിലമതിക്കുന്നു എന്ന് കാണിക്കുന്നു. ആത്യന്തികമായി പറഞ്ഞാൽ ഇത് മിന്നുന്ന പ്രദർശനങ്ങളെക്കുറിച്ചോ തികഞ്ഞ നിമിഷങ്ങളെക്കുറിച്ചോ അല്ല, മറിച്ച് കാലക്രമേണ വിശ്വാസം വളർത്തുന്ന പ്രതിബദ്ധതയുടെ ചെറുതും സ്ഥിരവുമായ അടയാളങ്ങളാണ്. അവൻ തുറന്ന ആശയവിനിമയത്തെ വിലമതിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ വ്യക്തിത്വത്തെ ബഹുമാനിക്കുന്നു. അവൻ്റെ തെറ്റുകൾ ഏറ്റെടുക്കുന്നു. നിങ്ങളുടെ വിജയങ്ങൾ തൻ്റേതുപോലെ ആഘോഷിക്കുന്നുവെങ്കിൽ അവനൊരു വിശ്വസ്ത പങ്കാളിയുടെ ഗുണങ്ങൾ കാണിക്കുന്നു.